മെക്സിക്കോയിലെ ഡേ ഓഫ് ഡെഡിലെ ട്ലാക്കപ്ലാക്കയിലാണ് മെയിൻ സെലിബ്രേഷൻ. അതുകൊണ്ട് ഞങ്ങൾ അന്ന് അവിടെയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ തുടങ്ങി ഫേസ് മേക്കപ്പ് ചെയ്യുന്ന ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ച് അവസാനം രാത്രിയായപ്പോൾ പുള്ളിക്കാരൻ സമ്മതിച്ചു. ഈ സുന്ദര മുഖം ഇങ്ങനെയാണെന്ന് അറിയണ്ടേ? അങ്ങനെ ഫൈനലി ഞാൻ ഫേസ് പെയിന്റിങ് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും എൻ്റെ ഇൻട്രസ്റ്റ് സത്യം പറഞ്ഞാൽ പോയി. പിന്നെ കുറേ നിർബന്ധിച്ച് ചെയ്തോളാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ചെന്നിരുന്നു. പിന്നെ ഇതൊരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ച കാരണം വീഡിയോ എടുത്തു. ആക്ച്വലി ഞാൻ എടുക്കേണ്ടത് ലെഫ്റ്റ് സൈഡിൽ നിന്നായിരുന്നു ക്യാമറ പിടിക്കേണ്ടത്. പക്ഷെ ഞാൻ റൈറ്റ് സൈഡിലാണ് പിടിച്ചത്. കാരണം എങ്ങനെ പിടിച്ചാൽ കംഫർട്ടബിൾ ആവും പുള്ളിക്കാരത്തേക്ക് എന്നറിയില്ല. കാരണം പുള്ളി ചിറ്റാരിച്ച് ചെയ്യുകയാണല്ലോ. സോ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഇനി മുതൽ വീഡിയോസ് എടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് എടുക്കാൻ നോക്കാം കേട്ടോ. ഏകദേശം ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റ് കണ്ണ് ഫുൾ വരച്ചു, പിന്നെ മൂക്കിൽ വരച്ചു, പിന്നെ ലിപ്സിൽ ലൈൻസ് ഇടുവാണ്. നമുക്ക് ഈ പീസിൻ്റെ സ്കെൽറ്റം പോലെ കാണിക്കാൻ. അത് കഴിഞ്ഞ് സ്കള്ള് കാണിക്കാനായിട്ട് നമ്മുടെ ചീക്കിൽ, നമ്മുടെ കവിളിൽ ഇങ്ങനെ ഒരു ലൈൻസ് വരക്കും. പിന്നെ അവരുടെ പാറ്റേൺ ആയ പൂവിൻ്റെ ഒരു ഡിസൈൻ നമ്മുടെ ഫോർഹെഡിൽ വരയ്ക്കും. ഇത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. വലിയ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇത് തരുന്നില്ല. പക്ഷെ നമ്മളൊരു കൾച്ചറിൻ്റെ ഒരു സെലിബ്രേഷൻ എടുക്കുമ്പോൾ അവർ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ചെറിയൊരു ഗുഡ് മെമ്മറി. ഫോർ എക്സാമ്പിൾ നമ്മൾ ബീച്ച് കാണാൻ വേണ്ടി പോകുന്നു. പക്ഷെ ബീച്ചിൽ നമ്മൾ ഇറങ്ങുന്നില്ല. നമുക്ക് ആ ബീച്ച് ആസ്വദിക്കാൻ പറ്റില്ല. സോ അതുപോലെയാണ് ഈ ഒരു സംഭവം. നമുക്ക് നോക്കുമ്പോൾ തോന്നും അയ്യേ അസ്ഥിക്കൂടൽ ഈ കഷ്ടപ്പെട്ടിരുന്ന് വരയ്ക്കുന്നത് ഇത്രയും സോസ് കൊടുത്തിട്ട് എന്ത് കാര്യം ഇരിക്കണം, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷെ ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ ഒരു കൾച്ചറൽ ഈവൻറ്റ് എൻജോയ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാകാൻ കഴിയണം. അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ ഫുൾ ഫേസ് ചെയ്തില്ല, ഹാഫ് ഫേസ് ആണ് ചെയ്തത്. അപ്പോൾ ഹാഫ് ഫേസ് ആൻഡ് ഫുൾ ഫേസ് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഹാഫ് ഫേസ് ആകുമ്പോൾ വില ഇത്തിരി കുറവായതുകൊണ്ട് ഞാൻ ഹാഫ് ഫേസ് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവും. ഓക്കെ, യു ക്യാരി ഓൺ മൈ ഡിയർ എന്ന് ഞാൻ പറഞ്ഞു. ചെയ്തോളൂ എന്ന് പറഞ്ഞു. നെറ്റിയിൽ വരച്ച പൂവിന് അവരൊരു ഡോട്ടും പിന്നെ കുറച്ച് സ്ട്രൈപ്സും ഇട്ടു. അതിനുശേഷം അവർ ഗിൽറ്റ് ഇടണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ ആ ഒരു ഗിൽറ്റിൻ്റെ ഒരു പേസ്റ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് കയ്യിലിട്ട് അതൊരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്തു. റെഡ് വെച്ചിട്ട് പെയിൻറ് ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ ഈ ഗ്ലിറ്റർ ഇട്ട് അവർ പെയിൻറ് ചെയ്തു. ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ജെന്റിലായിട്ട് ഭയങ്കര ഹോസ്പിറ്റബിൾ ആയിട്ടാണ് കേട്ടോ എന്നോട് സംസാരിച്ചത്. സോ ഐ മസ് കംഫർട്ടബിൾ. പിന്നെ എൻ്റെ കൂടെ ആ സമയത്ത് അവിടെ ആരുമില്ല. അവന് എന്തെങ്കിലും പിടിക്കാൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡും അവനും കൂടി പോയി. ആൻഡ് ഫൈനലി ദിസ് ഈസ് ഹൗ ഐ ലുക്ക്.